നമസ്കാരം. എല്ലാ PSC പരീക്ഷകളിലും ഇംഗ്ലീഷിന് വളരെ ക്രൂഷ്യലാവുന്ന ഒരു പാർട്ടാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതിൽ നിന്ന് ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളെ കുഴക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അത് നമുക്ക് കുറേയേറെ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായി ബന്ധപ്പെട്ട പുതിയൊരു സീരീസാണ് എഡ്യൂത്രസ്റ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണിത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിലേക്ക് മെസ്സേജ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ദിവസവും ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്. മിക്ക സബ്ജക്റ്റുകളിലെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ സിലബസ് അനുസൃതമായി തന്നെ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് എ ബേക്കേഴ്സ് ഡസൻ? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 20. ഉത്തരം 13. ബേക്കേഴ്സ് ഡസൻ എന്നാൽ 13 ആണ്. നോർമലി ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. പക്ഷേ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13 ആണ്. ഈ ബേക്കേഴ്സ് ഡസൻ 13 ആവാൻ കാരണം ഒരു കഥയുണ്ട്. പണ്ട് മിഡീവൽ കാലഘട്ടത്തിൽ ബേക്കറികളിൽ നിന്ന് ലഭ്യമാകുന്ന ബ്രെഡിന്റെ എണ്ണത്തിൽ അളവിലോ കുറവുണ്ടെങ്കിൽ അവർക്ക് വലിയ ശിക്ഷ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ബേക്കേഴ്സ് ഒരെണ്ണം എക്സ്ട്രാ വെച്ചിരുന്നത്. അപ്പോൾ ആ കഥയിൽ നിന്നാണ് ബേക്കേഴ്സ് ഡസന് 12 പകരം 13 മാറുന്നത്. Select the idiom which means unable to reach a decision. Miss the boat, once in a blue moon, sit on the fence, the last straw. ഉത്തരം സിറ്റ് ഓൺ ദി ഫെൻസ്. അണേബിൾ ടു റീച്ച് എ ഡിസിഷൻ. നമ്മൾ കയ്യാലപ്പുറത്ത് എന്നൊക്കെ രീതിയിൽ പറയുന്ന പോലെ തന്നെ സിറ്റ് ഓൺ ദി ഫെൻസ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയാണ്. വേലിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ചാടണോ ഇപ്പുറത്തേക്ക് ചാടണോ എന്നറിയില്ല. അണേബിൾ ടു റീച്ച് എ ഡിസിഷൻ. ബാക്കിയുള്ളവ ഞാനൊന്ന് ഓടിച്ച് പറയാം. മിസ് ദി ബോട്ട് എന്നാൽ അവസരം നഷ്ടപ്പെടുത്തുക എന്നാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യം, വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ അവസാന കച്ചിത്തുരുമ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെ. Substitute one word for the underlined phrase. He joined the college to study the branch of science that deals with the study of heavenly bodies. Anthropology, astrology, archaeology, astronomy. ഉത്തരം astronomy. ഇവിടെ മെയിനായിട്ട് കൺഫ്യൂഷൻ വരുന്നത് ആസ്ട്രോളജിയും ആസ്ട്രോണമിയും തമ്മിലാണ്. ഹെവൻലി ബോഡീസിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ആസ്ട്രോണമിയും, അസ്ട്രോളജി എന്നാൽ ആ ഹെവൻലി ബോഡീസിന്റെ പൊസിഷനെ പറ്റിയും ആ പൊസിഷൻ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് അസ്ട്രോളജി വരുന്നത്. മലയാളത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രം എന്ന അസ്ട്രോണമിയെയും ജ്യോതിഷം എന്ന് അസ്ട്രോളജിയെയും പറയും. ബാക്കി ഓപ്ഷൻസ്, ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രം എന്നാണ്, ആർക്കിയോളജി പുരാവസ്തു ശാസ്ത്രം. The idiomatic expression head over heels means intelligent, nonsense, proud, excited. ഉത്തരം എക്സൈറ്റഡ്. ഹെഡ് ഓവർ ഹിൽസ് എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. തുള്ളിച്ചാടുമ്പോഴാണല്ലോ ഹെഡ് ഓവർ ഹീൽസ് വരുന്നത്. ഹീൽ എന്നാൽ കാൽപാദം എന്നാണ്. അപ്പോൾ ഹെഡ് ഓവർ ഹീൽസ് വരുന്നത് വളരെ എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടുമ്പോൾ അവസ്ഥയിലാണ്. അപ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. എക്സൈറ്റഡ്. She has hit the nail on the head while speaking to the relatives. Find out the meaning of the underlined idiom. Said exactly the right thing, tried to criticize, attempted to commit suicide, tried to do a job. ഉത്തരം said exactly the right thing. മലയാളത്തിൽ നമ്മൾ ഇതിനെ കുറുക്കി കൊള്ളിക്കുക എന്ന് പറയും. അത് തന്നെയാണ് hit the nail on the head. അതായത് വാക്കുകളിലൂടെ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ പറയുക. Choose the meaning of the given idiom. To pick holes, to find some reason to quarrel, to destroy something, to eat some part of an item, to criticize someone. ഉത്തരം to criticize someone. To pick holes എന്നാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ജോലി ചെയ്യുന്നതിനിടയിൽ വന്ന് അവിടെ ഹോളുണ്ട് ഇവിടെ ഹോളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ചെയ്യുന്നതിൽ കുറ്റങ്ങൾ കണ്ടെത്തുക. To criticize someone. അതാണ് കൃത്യമായ ഉത്തരം. Write the correct meaning of the idiomatic expression a big bug, a monster, a villain, a saint, a very important person. ഉത്തരം very important person.
നമ്മൾ മലയാളത്തിൽ ഇതിന് കൊമ്പൻ സ്രാവ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ടു ഗീവ് വൺസ് വേർഡ്, ടു പ്രൈസ്, ടു പ്രോമിസ്, ടു ബ്ലെയിം, ടു അവോയ്ഡ്. ഇവിടെ നമുക്ക് ലിറ്ററൽ മീനിങ് തന്നെ എടുക്കാം. ഒരാളുടെ വാക്ക് നൽകുക. വാക്ക് നൽകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ടു പ്രോമിസ് എന്ന് തന്നെയാണ്. ടു കോൾ എ സ്പേഡ്, ടു സ്പീക്ക് ഫ്രാങ്ക്ലി, ടു നെഗ്ലക്ട്, ടു റിമെയിൻ സൈലന്റ്, ടു ഡിസ്ട്രോയ്. ഉത്തരം ടു സ്പീക്ക് ഫ്രാങ്ക്ലി. സ്പേഡിനെ സ്പേഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കുക, അതായത് ഉള്ളതുപോലെ തുറന്നു പറയുക. ടു സ്പീക്ക് ഫ്രാങ്ക്ലി. സ്പേഡ് എന്നാൽ ആക്ച്വലി നമ്മൾ മൺവെട്ടി എന്നൊക്കെ പറയുന്നത് പോലെ മണ്ണ് കോരാൻ ഉപയോഗിക്കുന്ന ആയുധത്തിനാണ് സ്പേഡ് എന്ന് പറയുന്നത്. അതേ ആകൃതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാർഡ് ഗെയിമിലും സ്പേഡ് എന്ന വാക്ക് വരുന്നത്. ടു കോൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ സ്പേഡിനെ സ്പേഡ് എന്ന് തന്നെ വിളിക്കുക, അതായത് ഉള്ളതുപോലെ തുറന്നു പറയുക. ടു സ്പീക്ക് ഫ്രാങ്ക്ലി, ഓപ്പൺലി. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ, ടു എസ്കേപ്പ്, ടു ഡിസ്റ്റർബ്, റൺ അവേ. ഉത്തരം ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ, അതായത് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കുഴപ്പത്തിലേക്ക് ചാടുക എന്നാണ് അർത്ഥം. ഇത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഇത് ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമുക്ക് കുറേശ്ശെ ഇതുപോലെ കംപ്ലീറ്റ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ളവയെല്ലാം പഠിച്ചു തീർക്കാം. അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എല്ലാ ദിവസവും ഉള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സിലബസിൽ വേണ്ട എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യുന്നു. കൂടാതെ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ക്ലാസ്സുകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.